പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ആപ്പിൾ കമ്പനി തങ്ങളുടെ ഐഫോൺ അസംബ്ലി പ്രവർത്തനങ്ങൾ ബ്രസീലിൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതായി ആപ്പിളിന്റെ നിലവിലെ നിർമ്മാണത്തിന്റെയും അസംബ്ലിയുടെയും പ്രധാന കേന്ദ്രങ്ങളാണ് ഇന്ത്യയും ചൈനയും. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് പ്രസിഡന്റ് ട്രംപിന്റെ കീഴിലുള്ള സർക്കാർ താരിഫ് ചുമത്തിയതോടെയാണ് ഈ നീക്കം. ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് 34%, ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് 26% ഇറക്കുമതി ചുങ്കവുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ബ്രസീലിന് താരതമ്യേന മിതമായ 10% ഇറക്കുമതി ചുങ്കമേ ട്രംപ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. ഇതാണ് ബ്രസീലിനെ ഇന്ത്യക്കും ചൈനയ്ക്കുമുള്ള ആകർഷകമായ ഒരു ബദലാക്കി മാറ്റുന്നത്. ഐഫോൺ കരാർ നിർമ്മാതാക്കളായ തായ്വാനീസ് കമ്പനി ഫോക്കോണുമായി സഹകരിച്ച് സാവോ പോളോയിലെ പ്ലാന്റിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് ആപ്പിൾ ആലോചിക്കുന്നത്. 2011 മുതൽ ആപ്പിൾ ബ്രസീലിൽ ഐഫോണുകൾ അസംബ്ലി ചെയ്യുന്നുണ്ടെങ്കിലും പ്രാദേശിക വിപണിക്കുള്ള എൻട്രി ലെവൽ മോഡുകളിലെ പെടുത്തിയിരുന്നത്. അത് മാറാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ആപ്പിൾ പ്രക്രിയകളും നവീകരിക്കുന്നുണ്ടെന്ന് സീലിലെ ഉപകരണങ്ങളുടെ ഉൽപാദന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ആപ്പിൾ ബ്രസീലിയൻ പ്രക്രിയകളും നവീകരിക്കുന്നുണ്ടെന്ന് ബ്രസീലിലെ ഉപകരണങ്ങളും ഉൽപാദന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രസീലിയൻ ഉപയോക്താക്കൾക്കായി മാത്രമല്ല യുഎസിലേക്ക് ഐഫോണുകൾ കൂടുതൽ വിപുലമായി ഉപയോഗിക്കാൻ കയറ്റുമതി ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കുന്നതിനാണ് കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ വർഷം ആദ്യം ബ്രസീലിലെ ടെലികോം റെഗുലേറ്റർ അനറ്റിൽ ആപ്പിളിനും ഫോക്സ്കോണിനും ഐഫോൺ 16 പ്രാദേശികമായി അസംബ്ലി ചെയ്യാൻ പച്ചക്കൊടി കാണിച്ചു. ഐഫോൺ 13, 14, 15 പോലുള്ള പഴയ മോഡലുകൾ ബ്രസീൽ ഇതിനകം തന്നെ അസംബിൾ ചെയ്യുന്നുണ്ട്. ആദ്യമായി ആപ്പിൾ രാജ്യത്ത് ഐഫോൺ 16 പ്രോ മോഡലുകളും നിർമ്മിച്ചേക്കാം.